നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കുണുക്കമോന് കുഴപ്പമില്ല, സെറ്റായി വരുന്നുണ്ട്. നല്ല ഭാവം 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു, പക്ഷെ ഭയങ്കര ക്ഷീണമായി അവന്. അപ്പോൾ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും തുടങ്ങാട്ടാണ്. ഇന്നലെ വെച്ച കറി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ ഫ്രിഡ്ജിൽ വെച്ചില്ല. പരിപ്പുണ്ട്, മഴയൊക്കെ. ആദ്യം ഇതൊക്കെ ഞാൻ ചൂടാക്കി വെക്കട്ടെ കേട്ടോ. അത്യാവശ്യം കറിയില്ല, കുറച്ച് അരി അടപ്പത്തില്ല. പരിപ്പൂട്ടൻ ചൂടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഇവരെന്നാ നേരത്തെ ഫുഡ് കഴിക്കില്ല. നേരത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ അടക്ക കൊടുത്തേക്കണ ഒത്തേക്ക് പോകണ്ട. ഇത് കഴിക്കണില്ലെങ്കിൽ ഇതെടുത്ത് കളിയില്ല. ഇതൊക്കെയാണ് ഇവർ ലാസ്റ്റ് കഴിച്ചാലുള്ള പ്രശ്നം. ഇവരാദ്യം കഴിച്ച് ഞാൻ ഇന്നലെ പാത്രങ്ങളൊക്കെ ക്ലിയർ ആക്കുമ്പോൾ എൻ്റെ അടുക്കള ക്ലീൻ ചെയ്ത് കൊടുക്കും. എനിക്കാണെങ്കിൽ രാവിലെ കഴിച്ചു വരുമ്പോൾ പാത്രങ്ങളുടെ തേച്ചു. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നല്ല, ഞാൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പരിപ്പൂട്ടം ചൂടാക്കണം. പിന്നെ നമ്മളെ ബിരിയാണിക്ക് സെറ്റാക്കി ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ ഉടയിക്കട്ടെ. ചിക്കൻ വെക്കലോട് ഒടിച്ചില്ല. അരി അടപ്പത്തുനിന്നും എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിലാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടപ്പത്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പണി ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പത്തിന് ഞാൻ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാണ്. ഞാൻ ചിക്കൻ മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പും തൈര് ഇട്ടിട്ട് മസാല പറ്റി കുറച്ച് വെച്ചിട്ട് വെച്ചിട്ട് 3/4 വശം ഒന്ന് വറവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, പുറത്ത് തന്നെ വെച്ചിട്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അധികം ആർക്കും ഇഷ്ടമില്ലാത്തതിനും ഫ്രിഡ്ജിൽ വെച്ചില്ല. അതങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചിട്ട് നേരെ എടുത്തേക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ മഴക്കാലമൊക്കെ അന്തരീക്ഷം തണുപ്പാണല്ലോ. പിന്നെ എന്താ ചെയ്ത് വെച്ചിട്ട് സബോള കുറച്ച് അരിഞ്ഞു നമുക്ക് ബിരിയാണിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി കേട്ടോ. പക്ഷേ നമ്മുടെ മക്കൾക്ക് കണ്ടിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അപ്പോൾ ഞാൻ പറ്റണ പോലെ ഇതുപോലെ കുഞ്ഞിനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ അവർക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കിട്ട്. പണ്ടൊരിക്കൽ പൊന്നിന് സ്കൂളിൽ പഠിക്കാൻ LKG ചേർത്തപ്പോഴേ മിക്ക ദിവസം അവർക്ക് തക്കാളി ചോറും ബിരിയാണി നെയ്ച്ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ടീച്ചർ എന്നും എഴുതിയിടും. അഞ്ജനയുടെ അമ്മ ഒന്ന് സ്കൂളിലേക്ക് വരണം, അഞ്ജനയുടെ അമ്മ ഒന്ന് സ്കൂളിലേക്ക് വരാനായിട്ട് എന്നും എഴുതി വിടും കേട്ടോ. അപ്പം ഞാൻ എന്താണാവോ, ഞാൻ വലിയ മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിങ്ങിൻ്റെ ടൈമും കാര്യങ്ങളും ഇത്ര മണിന്ന് എഴുതില്ലോ, അതൊന്നും എഴുതിയിട്ടില്ല. അഞ്ജനയുടെ അമ്മ വരണം. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ട് ദിവസം പോയൊക്കെ പിന്നെ ടീച്ചർ തക്കാളിച്ചോൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചില്ല. ടീച്ചർ എന്താ വെച്ചാൽ മോള് ഉച്ചത്തെ ചോറും പാത്രം തുറന്നതിന് ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതൊരു തട്ടുകൂട്ട് തന്നെയാണ്. നമുക്ക് മക്കൾക്ക് കൊടുത്തേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇഷ്ടമില്ലാത്തെങ്കിൽ അത് വേണ്ട കേട്ടോ. കൂടെ കുണുക്കിയൊന്നും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല കഴിക്കാതെ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലഘട്ടത്തിൽ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും കഴിക്കാൻ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലുതായി 2 കുട്ടികളുടെ അമ്മയൊക്കെ ആയപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയും അതൊന്ന് കഴിച്ചു അങ്ങനെയാണ് കേട്ടോ ഞാൻ അത് കഴിച്ച് പിന്നെ ശീലിച്ചത്. അങ്ങനെ സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുത്തു. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ അപ്പുറത്ത് ചിക്കൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള പരിപാടിയാണ് കേട്ടോ. അത് കുറച്ചും കൂടി സബോള ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത് വരേണ്ട ശേഷം നമ്മൾ ആ ഓയിലും കുറച്ച് നെയ്യായിരുന്നു കേട്ടോ. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചതച്ച് വെച്ച് ഇതൊക്കെ പെട്ടെന്ന് കഴിയണ കാര്യം മസാലയൊക്കെ നമുക്ക് ഉണ്ടാക്കി ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എനിക്കിവിടെ അനിയേട്ടൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ആക്കിയത്. പണ്ടൊക്കെ ഞാൻ പണ്ടില്ലേ
കുഞ്ഞിന് പൊന്നൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ആരും ഹെൽപ്പ് ചെയ്യാല്ലാത്തപ്പോൾ ഞാൻ തലേദിവസം രാത്രി എല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ തക്കാളി ചോറിനാണെങ്കിൽ എല്ലാം അരച്ച് ഡപ്പലാക്കി വയ്ക്കും, തക്കാളി നന്നാക്കി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനോട് ഹെൽപ്പ് ചെയ്യാൻ കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കുത്തുപോയപ്പോൾ ഞാൻ 2 സവാള വലുതായി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അതുപോലെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഉണ്ടാകാൻ നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണ് ഉപ്പിടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന മസാലയും ചിക്കനും ഇതുപോലെ വറുത്ത് ഡപ്പലാക്കി വെച്ച് ഞാൻ പിറ്റേ ദിവസം പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ദമ്മിടുന്നവർക്ക് ദമ്മിടാം. ബിരിയാണിയും ചിക്കനും ഇട്ട് ഞാൻ ഉണ്ണികൾക്ക് എരിവ് അധികം വേണ്ട വെച്ചിട്ട് ഞാൻ ദമ്മിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുമിച്ച് ചേർത്തിട്ട് വലിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ചേർത്താട്ടോ. അപ്പോൾ അത് വണങ്ങുന്ന നേരം കൊണ്ട് ഞാൻ ബിരിയാണി അരി എടുക്കാൻ പറ്റും. ഞാൻ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും എന്നോട് കമൻറ്റ് വയ്ക്കേണ്ടത് ഞാൻ ബിരിയാണി അരിയുടെ പേര് പറയാറില്ല. അപ്പോൾ ജീരകശാലയാണ് കേട്ടോ, കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി സെറ്റ് ആയിരുന്നപ്പോൾ കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി, ബിരിയാണി മസാല നമ്മൾ പൊടിക്കുന്നത് തന്നെയാണ് വീട്ടിൽ. അപ്പോൾ അത് നന്നായി വറുത്ത് അതിൻ്റെ നമ്മൾ ഇതൊക്കെ വണക്കുമ്പോൾ ഇതിൻ്റെ കുത്ത് പോയി കിട്ടിയാൽ പിന്നെ വിഷയമില്ലായിട്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റ് വേറെ നോക്കൊന്നും വേണ്ട. പക്ഷേ നമ്മൾ ഈ വണക്കാനൊക്കെ മടിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ അത്ര വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരില്ല. അപ്പോൾ അത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ക്ഷമ കൊടുക്കണം, ഇതൊക്കെ വണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ഏകദേശം വണക്കാവണോട് കൂടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 വലിയ തക്കാളി നന്നാക്കി വെച്ചതാണ് കേട്ടോ. ഇതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണാണ് അരിഞ്ഞത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സവാള ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ, തക്കാളി എണ്ണയായിട്ട് അരിഞ്ഞു. അങ്ങനെ നന്നായി അത് പെട്ടെന്ന് വണക്കി സെറ്റാക്കുകയാണ് കേട്ടോ. അതിനായിട്ട് സവാള അരിയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അരിയും. അതിനായിട്ട് കുറച്ച് ടൈമാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ബിരിയാണിക്കുള്ളൊരു കൂട്ടാണ് കേട്ടോ ഇപ്പുറത്തുണ്ടാകുന്ന 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു, അതിൽ കുറച്ച് ഓയിൽ, കുറച്ച് പൈനാപ്പിൾ എസൻസ്, ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചാണ് കേട്ടോ. അതപ്പോൾ ഈ ഗ്ലാസ് കണ്ട നമ്മുടെ എസൻസ് ആണ് വെച്ചിട്ട്. എനിക്ക് ബിരിയാണിക്ക് പട്ടയുടെ ഗ്രാമിൻ്റെ ഒന്നും സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തതും എനിക്കെല്ലാം ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ആ കാരണം ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് നെയ്ച്ചോറൊക്കെ മേടിക്കുമ്പോൾ പട്ടയുടെ സ്മെല്ലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവരും ഒക്കെ അങ്ങനെ പട്ടയുടെ സ്മെല്ല് അധികം താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആ കൂട്ടൊക്കെ ഓയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ തണുപ്പൊക്കെയൊക്കെ നെയ്യൊക്കെ നല്ല കട്ടിയിലിങ്ങനെ നമ്മൾ ആ മസാലയിലേക്ക് പുളി കുറഞ്ഞ കുറച്ച് തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല കട്ടിയിൽ പുളി കുറഞ്ഞ തൈര് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി കളറ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. പക്ഷേ മഞ്ഞൾപ്പൊടി എൻ്റെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. മഞ്ഞൾ മേടിച്ച് വെച്ചിട്ട് പൊടിപ്പിക്കാൻ പോകാൻ സമയം കിട്ടിയില്ല. വെയിൽ വന്നാലാണ് നമുക്ക് മുളകൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റായപ്പോൾ നമ്മൾ ആ ചിക്കനിലേക്ക് ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ചിക്കൻ 75% വെന്ത് വറുത്ത് റോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ജസ്റ്റ് ഈ മസാലയിലും കൂടി ഇരുന്നിട്ടൊന്ന് സെറ്റാവും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് നമ്മളൊരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ കൂട്ടാ സൈഡിൽ വയ്ക്കാം. അങ്ങനെ ആ നെയ്യൊന്ന് ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് ഉരുകട്ടെ വെച്ചിട്ടാ. പിന്നെ ഞാൻ ആ മസാല ഒന്നുകൂടി വെള്ളം കുറച്ച് വെച്ച് കലക്കി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഗ്രേവിയുടെ ശരി ബിരിയാണി ഇല്ല. അപ്പോൾ തരി ഉപ്പ് കുറവാണെന്നപ്പോൾ തരി ഉപ്പ് ഇട്ട് കൊടുത്തു, മല്ലിയില ഇട്ട് കൊടുത്തു. പിന്നെ ആർക്കും പറയാണ്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയിൽ. എന്താ വെച്ചാൽ അത് നമ്മുടെ ഈ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്തെ അടുക്കളയിൽ ബിരിയാണിക്ക് വെള്ളം വെച്ചിട്ട് അതിൽ തരിച്ച് പെരിഞ്ചീരകം, ഒരു പട്ട, കുഞ്ഞ് കഷ്ണം, 2-3 ഏലക്ക അങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് ഗ്രാമ്പ് ഒക്കെ ഓരോന്ന് ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ. പിന്നെ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അത് തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മുടെ അരി കുതിരായിട്ടുണ്ടായിരുന്നു, കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടും. പിന്നെ അത് വെന്തത് ഒരു 75% വേവായാൽ മതിയിട്ട്, ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ സത്യം കുറച്ച് വേവ് എൻ്റെ കൈവിട്ട് എന്താ വെച്ചാൽ ഞാൻ കൊണ്ടത്തേക്ക് ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഒന്നും എടുക്കാൻ പറ്റുക. പക്ഷേ കഴിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ, അങ്ങനെ അലിഞ്ഞു പോയൊന്നുമില്ല. പിന്നെ നമ്മൾ പിന്നേക്ക് ഞാൻ ഇഡ്ഡലിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ. മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ഇട്ട് വെച്ചിട്ട് ഉറങ്ങിയത്. മിനിഞ്ഞാന്നല്ല ഇന്നലെ. നാളെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യട്ടോ. അതുകൊണ്ടാണ് ഞാൻ രാത്രി എന്നിട്ട് ഡബ്ബിങ്ങും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഇഡ്ഡലിക്ക് അരയ്ക്കാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് ഇട്ട് വെച്ചിട്ട് പോയത്. രാവിലെ എണിച്ചിട്ട് അത് അരയ്ക്കാൻ നോക്കാം കേട്ടോ. അത് അരച്ചിട്ട് ഞാൻ വിചാരിച്ചു രാത്രിക്ക് ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇഡ്ഡലിക്ക് ഇട്ടത്. അപ്പോൾ രാത്രി ഇഡ്ഡലി ദോശ കഴിച്ചു. പക്ഷേ രാവിലെ എണിച്ചപ്പോൾ ആ തലേദിവസത്തെ പരിപ്പ് കറി ബാക്കി കണ്ടത്. ഞാൻ പിള്ളേർ കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചു. പിന്നെ കറി കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ചോറ് വെച്ചു. പിന്നെ അവൾക്ക് രാവിലെ കഞ്ഞി കൊടുത്ത് വിടാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ വെന്ത് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ 2 ഇലച്ചീന്ത് വെച്ചു കുക്കറിൽ.
എന്നിട്ട് ബിരിയാണിയുടെ റൈസൊക്കെ ഇട്ട് എന്താ വെച്ചാൽ നമ്മൾ ദമ്മിട്ട് വരുമ്പോൾ ഇലമിക്കൊക്കെ പിടിക്കുള്ളൂ. റൈസ് മിക്ക ആദ്യം ചിലപ്പോൾ നല്ല ചൂടൊക്കെയാണ് കുറച്ച് നേരം ഇടുന്ന റൈസ് ഇങ്ങനെ ഉണങ്ങിയ പോലെ വാട്ടി പിടിച്ചിട്ട്, അപ്പോൾ അത് ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഇലച്ചീന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ ദമ്മയുടെ നമ്മൾ മല്ലിയിലയും ക്യാരറ്റും മുന്തിരിയും അണ്ടിപ്പരിപ്പും സവാള വറുത്തതും പിന്നെ നമ്മുടെ എസൻസും നെയ്യ് ഓയിൽ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം സെറ്റാക്കി കുറച്ച് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഒരു നേരത്തേക്ക് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ ഒരു ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ സെറ്റായതിന് ശേഷം നമുക്ക് ബിരിയാണി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുണിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് പോകേണ്ടതെന്ന് വെച്ചിട്ട് അരിപ്പൊടി കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തൊട്ടി നിറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റോട് കൂടിയിട്ട് ഞാൻ വീഡിയോ ഓണാക്കിയത് തന്നെ. അതൊക്കെ കഴുകി സെറ്റൊക്കെ എന്ന് വെച്ചാൽ പാത്രങ്ങൾ ഇത്ര ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് പുതിയ വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ അത് കഴുകുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേന കിട്ടിയത് കേട്ടോ. അങ്ങനെ അതൊക്കെ നിറച്ച് സെറ്റ് ചെയ്തു. പിന്നെ ഇത് അടുത്ത വാട്ടർ ബോട്ടിൽ കുണുക്കണ്ടി കൊടുന്നു. അതിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഒരു പേന കണ്ട. പിന്നെ നമ്മളതൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം നിറയ്ക്കട്ടോ. അപ്പോൾ ഈ കുണുക്കിയും സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. സ്റ്റീലാണ് ഉള്ളിൽ കോട്ടിങ് വന്നിട്ടുള്ളത്. പുറത്ത് മാത്രമേ ഉള്ളൂ ഫൈബർ പ്ലാസ്റ്റിക്കോ അങ്ങനെ കുണുക്കിലും പുതിയ ടിഫിൻ ബോക്സായിട്ട് നമുക്ക് ചെയ്യാം. ഒരു ചേച്ചി ദുബായിൽ നിന്ന് ഉണ്ണുകൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ, ആ ലഞ്ച് ബോക്സാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ അവർ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ അരച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ സത്യം പറഞ്ഞാൽ നല്ലൊരു തിക്കും തിരക്കും പണിയാട്ടോ ചെയ്ത് തീർക്കാനുള്ളത്. പിന്നെ ഉണ്ണോടെ സ്കൂളൊക്കെ ഉണ്ടാക്കി വന്ന് ഞാൻ ഗുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തീരെ വയ്യാണ്ടാവും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നൂലപ്പത്തിനുള്ളത് നമ്മൾ കുഴക്കണം. പക്ഷെ നൂലപ്പം ഉണ്ണിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നാളികേരപ്പാൽ ഉണ്ടെങ്കിൽ കേടാവുമല്ലോ സ്നാക്സ് ആയിട്ട്. അപ്പോൾ ഞാൻ ചെയ്തു ഒരു ഉണ്ട ചെറുതെടുത്തിട്ട് ഞാൻ നല്ല കനം കുറച്ചിട്ട് ഒരു അട ഉണ്ടാക്കിയിട്ട് കുണിക്കുമ്പോൾക്ക് സ്നാക്സിന് ഞാൻ അടയാണ് ഉണ്ടാക്കിയത്. പിന്നെ കുണിക്കുമ്പോളെ സ്കൂളിലൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷം കുറച്ച് നാളികേരം ഉണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടു, 4 ചുവന്നുള്ളി ഇട്ടു, ഇതിലേക്ക് 4 ജീരകമണി ഇട്ടിട്ട് ആ ചതച്ചെടുത്ത് നാളികേരം ചുവന്നുള്ളി കൂട്ടിയിട്ട് മാറിയിട്ടിട്ട് അവിടെ കുഴച്ച് ഞാൻ പത്തിരി ചുട്ടിട്ട് കഴിക്കിട്ട് നൂലപ്പത്തെന്ന് വെച്ചിട്ടാണ് കുഴച്ച് വെച്ചത്. പിന്നെ എനിക്ക് നൂലപ്പം ഉണ്ടാക്കാൻ വയ്യായിരുന്നു, അങ്ങനെ ചിറ്റാനൊന്നും വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വലിയൊരു 5-8 പത്തിരിയായിട്ട് ചുട്ടെടുത്തു വിട്ടാൽ. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ കഴിക്കണവർക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ സ്കൂൾ ഉണ്ടാക്കി വന്ന് കുണുക്കിന് കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. സത്യം പറയുന്നതിന് മുന്നേ എല്ലാം കഴിയുന്നതാണ്. പക്ഷേ എന്താ പറയുക, കുണുക്കിനും കൂടി കാര്യമൊക്കെ കുണുക്കാൻ മാത്രമല്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ കുണിക്കും കൂട്ടിലാണ് നല്ല പണിയാണ്. കുണിക്കിനൊക്കെ മുടികെട്ടലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ എന്താ പറയുക നല്ലൊരു യുദ്ധമാണ്. അപ്പോൾ എളുപ്പമല്ല. അത് അറിയാം, അച്ഛനും മക്കളെ സ്കൂൾ പറഞ്ഞാൽ അമ്മമാരുടെ കാര്യങ്ങൾ അമ്മമാരൊക്കെ അറിയുള്ളൂ. മറ്റൊരാളോട് പറഞ്ഞാൽ പിന്നെ ഇത് എന്താണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നല്ലൊരു പണി തന്നെയാണ്. അങ്ങനെ നമ്മുടെ അടയിൽ കുറച്ച് നാളികേരം ഇട്ടു. നാളികേരത്തിനൊപ്പം തരി നല്ല ജീരകം ഇട്ടിട്ട് നാളികേരം ഇട്ടു അടയിൽ. പിന്നെ ഞാൻ പഞ്ചസാര കുറച്ചുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ശർക്കര ഉണ്ടായിരുന്നില്ല, പിന്നെ പഞ്ചസാര ആട്ടോ അപ്പോൾ ആ ചടയിലിട്ടത്. നല്ല കന്നം കുറഞ്ഞിട്ടുള്ള അരിയട ആട്ടോ. അത് നല്ല ആവിയിലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. അരിയട എപ്പോഴും കട്ടിയിലുണ്ടാക്കിയത് നല്ല കനം കുറച്ചിട്ട് നല്ല ഇതിലുണ്ടാക്കണം. ഞാൻ പലയിടത്തും ഇങ്ങനെ കഴിക്കുമ്പോൾ അരിയടൊക്കെ ഭയങ്കര കനമായിരിക്കും. ഇത് ശരിക്കും എനിക്ക് മുറിച്ചെടുത്തിട്ട് ഇതിൽ വെക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടാണ്. അത്രയും കനം കുറച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ അട ഉണ്ടാക്കിയത്. അപ്പോൾ അടയും കപ്പ് കേക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുണിക്കിക്ക് അങ്ങനെ ചോറും കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമില്ല. അവരധികം ഉപ്പേരി. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. ചോറൊക്കെ ഉണ്ടാക്കിയാൽ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. ഒരു കറി കഴിക്കാൻ തന്നെ. അതെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് ഇന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുണിക്ക് ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് നാളെയും ബിരിയാണി മതി അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്നും എങ്ങനെയുണ്ട് ബിരിയാണി കൊണ്ടുപോകാം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാൽ എന്നും കൊണ്ടുപോയി പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ തക്കാളിച്ചോറൊക്കെ മതി വെച്ചപ്പോൾ ആന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇനി നാളെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇഡ്ഡലി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്ത് വിടണം. അങ്ങനെ നമ്മുടെ കുണുക്കിരിയാണ് കേട്ടോ. കുണുക്കൻ്റെ നീല കുണുക്കിയില്ല പിങ്കാണ് കേട്ടോ. പിന്നെ കുണുക്കന് ഇതില്ല, എന്താ സ്നാക്സ് ഇല്ലാത്താലും സ്നാക്സ് ബോക്സ് ഇല്ല, കുണുക്കിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരുടെ ചെറിയ ബാഗുണ്ട്, ടിഫിനും ഇതൊക്കെ ആക്കുന്ന ബാഗ് കേട്ടോ. അതിലെല്ലാം ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ആളേനും ഞാൻ കുളിപ്പിച്ച് വിട്ടു. അപ്പോൾ കുഞ്ഞ് യൂണിഫോമൊക്കെ തേച്ച് കൊടുന്ന് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനാണ് കേട്ടോ ഇതൊക്കെ ഇടിയിക്കുന്നത്. ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും കുഞ്ഞ് ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചേക്കും. അവരെ യൂണിഫോം ഇടിയിക്കണം എന്നുള്ളത് നല്ലൊരു പണിയാണല്ലോ.
അപ്പോൾ അത് കുഞ്ഞ് കഴിച്ചേക്കിട്ട് ഞാൻ കുളിക്കാൻ കഴിഞ്ഞാൽ ഓരോരുത്തരെ കുളിപ്പിച്ച് വിടും. പിന്നെ കാർത്തൂനെ കുളിപ്പിക്കണം. കാർത്തും പൊന്നൊക്കെ ഇന്ന് പോയിട്ട് അവരിന്ന് രാത്രിയോട് കൂടിയിട്ട് ഒരു 6:30 ആകുമ്പോൾ അവർ പോയി. അപ്പം എന്താ പറയുക, അതിൻ്റെ ഒരു മൂടോട്ടുണ്ട്. കാർത്ത് മൂടില്ലാത്ത ഇത്ര ദിവസമൊക്കെ കാർത്തുകൂടി ഉണ്ടായിട്ട് പെട്ടെന്ന് ദിവസം ഇല്ലാണ്ടാകുമ്പോൾ ഒരു ടെൻഷൻ. കാർത്തും അവരൊക്കെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അതൊരു സന്തോഷം വേറെ ഇല്ലേ. അങ്ങനെ കുളിക്കുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചിട്ട് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇനി യൂണിഫോമൊക്കെ ഇട്ട് എനിക്ക് ചെറിയ വിഷമമൊക്കെ തോന്നിട്ട് അത് ചെറുതല്ലേ എന്ന് ഇങ്ങനെ തോന്നും. എല്ലാ മക്കളും ചെറുതാണ്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് അവനവൻ്റെ മക്കളെ കാണുമ്പോൾ അവനവൻ്റെ വിഷമം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ പക്ഷേ അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ അവള് ഭയങ്കര ഹാപ്പിയാണ്. കുണുക്കനാണ് പിന്നെയും മടിയല്ല, അവനൊരു വിഷമം. എന്നെയായിട്ടൊന്ന് കാണാം. അച്ഛനും അമ്മയുടെ പുറത്ത് നിൽക്കുക. ഇപ്പോഴും അവൻ കഴിഞ്ഞ കൊല്ലത്തെ സെയിം ഡയലോഗ് തന്നെയാണ്. സ്കൂളിൻ്റെ പുറത്ത് അച്ഛനും അമ്മയും നിൽക്കും. അപ്പോൾ ഞങ്ങൾ പറയാൻ നിൽക്കുക, നിങ്ങളതിനെ കാണാനില്ലല്ലോ ഞാൻ നോക്കുമ്പോൾ എന്നൊക്കെ പറയും. അപ്പം ഞങ്ങൾ പറയും ഞങ്ങളവിടെ വെയിലായ കാരണം കുറച്ച് നീങ്ങി നിന്നതാണ്. പിന്നെ ഷെബിയുടെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ട് അച്ഛനും അമ്മ അതിൽ കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് കുടയില്ലേ പിന്നെ എന്തിനാ കാറിൽ കയറിയിരിക്കണേ. അപ്പോൾ അച്ഛനമ്മയ്ക്ക് കാലൊക്കെ കടയിൽ കുണുക്കാന്ന് കാണുമ്പോൾ അവനറിയാം ഞങ്ങളവിടെ ഇല്ല. എന്നാലും അവനതൊരു സന്തോഷം. അവനെ വിഷമിപ്പിക്കേണ്ട വെച്ചിട്ട് അവനറിയാം എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ അവനോട് നോണ പറയും. അങ്ങനെ കുണിക്കുമ്പോളെ മൂട്ടിക്കെട്ടൊക്കെ കഴിഞ്ഞ് കുണിക്കുമ്പോളിങ്ങനെ ഓരോ ദിവസം അപ്പോൾ ഞങ്ങൾ കുണുക്കിനെ ഉണ്ടാക്കി വന്നതിന് ശേഷം പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഇന്ന് എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഗുളിക കഴിക്കേണ്ട ദിവസം കേട്ടോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് അപ്പം കിടന്നുറങ്ങണതാ. ഇപ്പോഴും എണിച്ചു. അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ പിന്നാലെ ആര് കിടന്നുറങ്ങും? എൻ്റെ ചെറിയ കുട്ടി കിടന്നുറങ്ങി. അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ചെറിയ മക്കൾ പറ്റി പിടിച്ചിരിക്കണല്ലേ മോനും വന്ന് കിടന്നോളൂ. ഞങ്ങൾ രണ്ടാളും അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ പേനിച്ചു 3 മണിക്ക് എണിച്ച് അപ്പോൾ അടുക്കള രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനായിട്ട് കഴുകാണ്. അപ്പോൾ ഞാൻ വേണ്ട ഞാൻ വേഗം കഴിക്കൊണ്ട് ഒന്ന് കിടന്നിട്ട് എനിക്ക് തീരെ അപ്പോൾ വയ്യെന്ന് ഗുളിക കഴിച്ചപ്പോൾ. അപ്പോൾ അതേ പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി കുറച്ച് ബിരിയാണി എടുത്തിട്ട് ഞാൻ എന്നോട് കഴിച്ചു കേട്ടോ. വിശപ്പ് മാറാളൊന്നും കഴിച്ചിട്ടില്ല അല്ലേ. 3-4 വയ്യായിട്ട് കഴിച്ചു. അങ്ങനെ ഇനി എനിക്ക് വേണ്ടി വരില്ല, അതിനേട്ടന് വേണ്ടി വരും. ഇനി ഉണ്ണിയോളെ കൊടുന്നിട്ട് അച്ഛൻ ഉണ്ണിയോട് വന്നിട്ട് ഫുഡ് കഴിക്കണല്ലോ പറഞ്ഞു. അപ്പോൾ ഉണ്ണിയോട് 3:30 അപ്പോൾ ഉണ്ണിയോളെ കൊണ്ടുവരാൻ പോവാണ്. പിള്ളേർ വന്നിട്ട് ഫുഡ് കഴിക്കാനാ. അതെന്താ വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡാണേ. അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്ക് ഇന്ന് കഴിച്ചതുകൊണ്ടേന്ന് ഇറങ്ങിയില്ല. അപ്പോൾ എനിക്ക് ഗുളികഴിക്കാൻ ക്ഷീണിക്കാൻ ഒരു തരി ഞാൻ അടുത്ത് നിന്ന് അന്വേഷണം രണ്ടോ കൊടുത്തു. പക്ഷെ എനിക്ക് മതി കേട്ടാ. വേണ്ട കുഞ്ഞ് വരുന്നതാണ്. കുഞ്ഞിപ്പോൾ വരി നടക്കാൻ വയ്യാട്ടേട്ടാ വരും. അങ്ങനെ കുണുക്കിനെ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവരും. ഞാനാ പോയിട്ട് അപ്പോൾ ഞാൻ കുണിക്കിൻ്റെ ടീച്ചറോട് കുണുക്കി കരഞ്ഞോ എന്താണെന്നൊക്കെ ചോദിക്കുന്ന നേരം കൊണ്ട് കുണുക്കൻ വരനെ കണ്ട ശേഷം കുണുക്ക് അവിടെ നിന്ന് ഓടി വന്നു കേട്ടോ അച്ഛൻ്റെ അടുത്തേക്ക്. പിന്നെ ഞാൻ കുണിക്കുമ്പോഴും പതുക്കെ ഇങ്ങനെ വരണോ കേട്ടോ. അപ്പോൾ ഇന്ന് കുണിക്കിക്ക് അടുത്ത് ടീച്ചർ കൊടുത്താട്ടെ ബലൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ കുണിക്ക് കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ കുട്ടികളുടെ കൂടെ കിടന്ന് 2-3 പാട്ടൊക്കെ പാടി. അപ്പോഴേക്കും പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങി. അപ്പോഴേക്കും പിന്നെ ഇവിടെ കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളൊക്കെ വിട്ടെന്ന് കുണിക്കിക്ക് ചായക്കും ഭക്ഷണമൊക്കെ കൊടുത്തു, മേലൊക്കെ കുടിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. ഞാനൊരു 5:30 നേരത്ത് ഒരു 6 മണി നേരത്ത് ഞാൻ കുണിക്കിന് ഹോംവർക്കുകളൊക്കെ ചെയ്യാതിരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ദിവസം അന്നൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഭാരം കൂടുമെന്ന് അറിയാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ക്ഷീണം കാരണം വരുമ്പോഴേക്കും അവനെ പഠിപ്പിക്കലൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു 7 മണിയാകുമ്പോൾ പൊന്നു ഷേപ്പിങ് കാർത്തൊക്കെ പോയിട്ട് അതിന് ശേഷം വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. അവർ പോയതിൻ്റെ ഒരു വിഷമത്തിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ വെച്ചിട്ടു. അപ്പോൾ ചായക്ക് മിച്ചറും റസ്ക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോയി റൂമിൽ കിടന്ന് കുണിക്കീനെ കുറച്ചേ പഠിപ്പിക്കാണ്ടായിരുന്നു. അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒരു 9:30 നേരത്ത് ചോറും പിന്നെ ഇന്നലത്തെ ചീരക്കറി ഉണ്ടായിരുന്നു അതും പിന്നെ നേട്ടം വേണ്ടി പപ്പടം കാച്ചി അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മോറാട്ടെ. എന്ന് വെച്ചാൽ പാത്രങ്ങൾ എങ്ങനെ പറക്കി കൂട്ടി വന്നാലും അത്യാവശ്യം ഒരു തൊട്ടി 2 തൊട്ടി പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ബിരിയാണി വെച്ച പാത്രവും കാര്യങ്ങളും അതൊക്കെ കഴുകി എന്തിന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണോടല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകളൊന്നും അറിയില്ല. പാത്രങ്ങളും കാര്യങ്ങളും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം. എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പറയണമെന്നും ഷെയർ ചെയ്യണമെന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ നിറയായിട്ട് ആ ഒരു സ്റ്റീലിൻ്റെ തൊട്ടിയിൽ. അപ്പോൾ അത് മൊത്തം ഞാൻ വെള്ളമൊക്കെ വാർന്നപ്പോൾ അതൊക്കെ ഞാൻ ഇടയ്ക്ക് വയ്ക്കുകയാണ്. പിന്നെ കുഞ്ഞ കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്ന് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ച കറി പാത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെയുള്ള പാത്രങ്ങളൊക്കെ മോറിലും. പിന്നെ അടക്കളയിൽ അധികം പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി എണിച്ചതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ലേ
വന്ന് പത്തിരി കഴിച്ചതിന് ശേഷം ഗുളിക ആഴ്ചയിൽ ഒരു ദിവസം ഉള്ള ഗുളിക രാവിലെ രാത്രി ഉണ്ട്. രാവിലെ അത് കഴിച്ചപ്പോൾ ക്ഷീണമായി. ഇപ്പോൾ ഞാൻ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒരു 3 മണിയാകുമ്പോൾ എഴുതിച്ചിട്ടാണ്. എഴുതിച്ച് ഓടി വന്ന് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ മൂറി പാദ്യമ്പുറമൊക്കെ സോപ്പിട്ട് കഴുകി ഗ്യാസ് അടുപ്പൊക്കെ കഴുകി അങ്ങനെ രാത്രി അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികൾ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് തുണിയൊക്കെ എടുത്തിട്ട് നല്ലോണം തുടച്ച് സോപ്പിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കറികളോ മെഴുക്കുകളോ ഒന്നും ആയിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ മൂറി കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. പാത്രങ്ങളൊക്കെ മൂറിയ തുടച്ച് ലാസ്റ്റ് തൊട്ടി കഴുകി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ദൈവം ഇപ്പോഴത്തെ കഴിഞ്ഞല്ലോ. രാത്രി ആകുമ്പോൾ ഞാൻ ചോദിച്ചാൽ പണികളൊക്കെ കഴിഞ്ഞ രാവിലെ കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ തന്നെ തുടങ്ങിയതിൻ്റെ സ്റ്റാർട്ടിങ്. എന്താ പറയുക, ഇതാണ് ലൈഫ്. അപ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ അടക്കളയും ഞാനൊരു 5 മണിയാകുമ്പോൾ തുടച്ചിട്ടാലും വല്ലാണ്ട് കച്ചടയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഉള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് തുടക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കാർത്തുമുള്ള സിർലാക്ക് മേടിച്ചിട്ട് ഡപ്പയിലിട്ട് വയ്ക്കാൻ മറന്നു അവർ പോകുമ്പോൾ. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു അതൊരു ഡപ്പയിലിട്ട് വയ്ക്കാറ്. അപ്പോൾ കുഞ്ഞ് ഒരു ഡപ്പയൊക്കെ എടുത്തു തന്നു. അത് നല്ല ഉണങ്ങിയ തുണിയോട് തുടച്ചിട്ട് പൊടി ഇട്ടേക്കുന്നതാണ് കാണട്ടെ. കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. കുഞ്ഞിൻ്റെ വീഡിയോ എടുത്ത് കുഞ്ഞ് പാവം മുടി ഇങ്ങനെ കെട്ടി നിൽക്കുക. ബാക്ക് വശം കാണുള്ളൂ, മേക്കപ്പ് ചെയ്യാത്തതിന് കുഞ്ഞ് ഫ്രണ്ടിലേക്ക് വരില്ല. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കുറച്ച് സോപ്പൊക്കെ ഇട്ട് കഴുകി. അതൊന്നും തുടയ്ക്കുമോ? ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തുണിയില്ല അവിടെ അമ്മട്ടത് അതൊന്ന് തുടച്ചാൽ മതി. കസാരയൊക്കെ ശരിക്കിട്ടിടാൻ പറ്റി. ഒരു കസാര കൊണ്ട് അടക്കളയിൽ ആരും കൊണ്ടിട്ട് അങ്ങനെ നമ്മുടെ കുണുക്കമ്മനോട് ഞാൻ പറഞ്ഞാൽ കസാരയൊക്കെ ശരിക്കും കൊണ്ടിടാൻ പറഞ്ഞു കേട്ടോ. ചെറുപ്പത്തിൽ അവരും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ. എന്താ കുണുക്കന് കുറച്ച് മടിയുള്ള ടൈപ്പ്. ഒന്ന് കുനിയുക, 2 അടി നടക്കാൻ കുറച്ച് മടിയുണ്ട്. പിന്നെ ഇന്ന് കുണുക്കനെ പറ്റിയ ആൾക്കാരൊന്നും വീട്ടിൽ കളിക്കാനൊന്നും ആരില്ലാത്തനും കുണിക്കുമ്പോൾ ഇന്ന് ഒരു 9 മണി 8:30 9 മണിയോടുകൂടി കുണിക്കുമ്പോൾ ഉറങ്ങിയിട്ടാണ്. അവൾ ഉച്ചയ്ക്ക് സ്കൂളിൽ ഇറങ്ങാത്താലും കുണുക്ക് സ്കൂളിൽ കുറച്ച് നേരം ഉറങ്ങിയെന്നാണ് പറഞ്ഞ്. അപ്പോൾ പിന്നെ അവന് ഉറക്കമൊന്നുമില്ല, അവൻ അങ്ങനെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ പിന്നാലെ. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു ചോറിൻ്റെ മേശ ഒന്നും തുടക്കുക, ഒന്നും ഇല്ല മേശ. എന്താ വെച്ചാൽ കുട്ടികളാരും ഇല്ല, ഞങ്ങൾ 3 നാളെല്ലാം കഴിച്ച് ഒന്നും ആയിട്ടില്ല. എന്നാൽ എനിക്ക് ആ മേശ ഇങ്ങനെ കയ്യുടെ പാടോ കാര്യങ്ങളോ ഒന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് ഞാൻ ആ മേശ ഒന്ന് തുടച്ചിടും കുഞ്ഞാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ അടുക്കള തുടക്കണേണ്ടപ്പം അങ്ങനെ തുടച്ച് പോണതാട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ ആ മേശയൊക്കെ തുടച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഫേസിൽ ക്രീമും കാര്യങ്ങളും ഒക്കെ പറ്റാണ്ട് ഞാൻ റൂമിൽ പോയി. കുണുക്കൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനും കുണുക്കനും കുണിക്കുമോളും കിടന്നു. കുണിക്കുമോളും പിന്നെ കിടന്നിട്ട് കുറച്ച് നേരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടലിൻ്റെ അടിയിൽ ഓരോ ചട്ടലും കാര്യം കളിക്കുന്നത് കൊണ്ടിട്ടാണ്. എന്നും നമ്മൾ അടിച്ച് വൃത്തിയൊക്കെ അവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളിക്കുന്നതുകൊണ്ട് അവിടെ ഇട്ടിട്ടും. അപ്പോൾ ഓടിയിട്ടപ്പോൾ ഞാൻ പിന്നാണ്ടൊക്കെ കുണിക്കുമ്പോൾ എണിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആരും ഇവിടെ ഉറങ്ങേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞതാട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഗുളിക കഴിക്കാതെ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണവും കാര്യം. നാളെ രാവിലെ എനിക്കിപ്പോൾ തല പൊന്തില്ല, അത്രയും ഡോസുള്ള ഗുളികയാണ്. അത് ആഴ്ചയിൽ ഒരു ദിവസമുള്ളൂ, രാവിലെ രാത്രി. അപ്പോൾ അതങ്ങനെ കഴിച്ചു. അപ്പോഴേക്കും അനിയായിട്ട് എനിക്ക് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് അങ്ങനെ വെള്ളം കുടിച്ചു. അപ്പോൾ അനിയായിട്ട് പറഞ്ഞ് കൊടുക്കുമ്പോൾ എൻ്റെ മുടി ഒന്ന് കെട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് പറയും, ഇവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇവൻ്റെ ഈ മാറാല പോലത്തെ മുടി എൻ്റെ മൂക്കിലും കണ്ണിലൊക്കെ പോയി കഴുത്തുമൊക്കെ ഇങ്ങനെ അരിച്ചവനേക്ക് ഉറക്കം കിട്ടില്ല ചൊറിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവനോട് ചീർപ്പെടുത്തിട്ട് പാടാം. അപ്പോൾ അവൻ അച്ഛൻ്റെ മേത്ത് ചാടി നിന്ന് കളിക്കട്ടെ. അങ്ങനെ ചീർപ്പൊക്കെ എടുത്ത് കൊടുന്നു. ഞാൻ അവൻ്റെ മുടിയിട്ട് കേട്ടോ. 3 പെണ്ണൊരാണാണെങ്കിലും ഇവനും മുടിയുള്ളവരും ഇവൻ്റെ മുടിയും ചിക്കോർത്തലും കെട്ടാന്ന് പറഞ്ഞാൽ അതും നല്ലൊരു പണി തന്നെയാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി കെട്ടിയിട്ട് കൊണ്ടിട്ട് എന്താ വെച്ചാൽ അവനെ എഴുതുമ്പോൾ പഠിക്കുമ്പോൾ അവൻ്റെ കണ്ണിലേക്ക് മുടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴും മുടി കെട്ടിയിട്ട് വേണം. അപ്പോൾ 2 പെൺകുട്ടികളെ വീണ്ടും ഒരു അവസ്ഥയാണ് മുടിയൊക്കെ കെട്ടി വിടണ കാരണം. അങ്ങനെ ഞാനും എൻ്റെ കുണക്കനും അനിയനും കൂടി കിടക്കാനുള്ള പരിപാടിയിലാണ്. സത്യം പറഞ്ഞാൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയെങ്കിലും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളുള്ള കാരണം ഗുഡ് നൈറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. എന്താ വെച്ചാൽ അന്നുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പാട്ടെ. സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഫുൾ ഡേ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു വീഡിയോ. ഇത് ഫുള്ളായിട്ട് രാവിലെ തൊട്ട് അതിൽ ഉച്ചത്തെ കുറച്ച് നേരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അത് മാത്രം പോയിട്ടുള്ളൂ. ബാക്കി ഞങ്ങൾ കുണക്കന് പോകുന്ന സ്കൂളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം 10:30 കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. അപ്പോൾ നമ്മൾ കുചേര വരണ്ട്. കുചേര ഭയങ്കര സാധനം. കുചേര വാ, മേക്കപ്പ് ചെയ്യാണ്ട് വരില്ല, എന്ത് ചെയ്യുക.